കുറേ ദിവസം കൂടിയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ്. ശ്വേത, യു ലുക്ക് ബ്യൂട്ടിഫുൾ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു. സ്ട്രെസ് കൂടുമ്പോൾ ബ്യൂട്ടി ആവും. ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത് അമ്മയുടെ തലപ്പത്ത് വന്നിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ഇന്നസെൻ്റ് ചേട്ടനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആരുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സത്യം പറയാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് ഇന്നസെൻ്റ് അങ്കിളാണ് എൻ്റെ അച്ഛനായിട്ട് അനശ്വരം സിനിമയിൽ അഭിനയിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു ഭാഗ്യമുണ്ട്. ഇന്നസെൻ്റ് അങ്കിൾ ഇരുന്ന ചെയറിലാണ് ആ ഒരു ദൗത്യമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇന്നസെൻ്റ് അങ്കിൾ ഭയങ്കര നിസ്സാരമായിട്ട് എല്ലാം ചിരി കോമഡി വഴി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മൂപ്പരുടെ ഈ ചിരി വഴിയാണ് മൂപ്പര് ഒരുപാട് മെസ്സേജസ് കൊടുക്കാറുണ്ടായിരുന്നത്, ഒരുപാട് കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ എം ട്രൈങ് ടു ഇംബൈബ്. ആൻഡ് പക്ഷേ യു കാൻ ബി നോബഡി ഇൻ ദ വേ ഹീസ്. യുനോ അങ്കിൾ, എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റ് ഓരോ വ്യക്തിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പായിരുന്നു അങ്കിളുടെ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും എന്തുണ്ടെങ്കിൽ അങ്കിളിനെ എപ്പോൾ വേണമെങ്കിൽ ആരെയും വിളിക്കാം, ആർക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്കിൾ വാസ് ഓപ്പൺ ടു ഓൾ. ഐ തിങ്ക് ഇത് ലാസ്റ്റ് ഞാൻ അങ്കിളിനോട് സംസാരിച്ചത് ഐ തിങ്ക് ഒരു 45 days ബിഫോർ അങ്കിൾ ഹോസ്പിറ്റലിൽ പോയാണ്. എനിക്ക് ആ ലാസ്റ്റ് കുറച്ച് വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. എടാ, നീ ഈ ഇലക്ഷനിൽ നിൽക്കണം. എന്നെ ആദ്യം ഈ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി പ്രചോദിച്ച 2 ആൾക്കാരുണ്ട്. ഒന്ന് കുട്ടേട്ടൻ, ഒന്ന് അജു വർഗീസ്. ഈ 2 പേരാണ് എന്നെ ഏറ്റവും ജാസ്തി മോട്ടിവേറ്റ് ചെയ്തത്. എന്നെ മലയാളത്തിൻ്റെ ഡയലോഗ്, എൻ്റെ ഫസ്റ്റ് ഷോട്ട് അനശ്വരം സിനിമേൻ്റെ ആദ്യത്തെ ഷോട്ട് ഉണ്ടായിരുന്ന ഇന്നസെൻ്റ് അങ്കിളും സുകുമാരി ആൻറ്റീൻ്റെ കൂടെയായിരുന്നു. ആൻഡ് അന്ന് എനിക്ക് മലയാളം തീരെ അറിയണ്ടായിരുന്നില്ല. ആൻഡ് അതൊക്കെ ഹൗ അങ്കിൾ, അത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു മംഗ്ലീഷ് രീതിയിൽ, ഇന്നും അങ്ങനെ തന്നെയാണെങ്കിലും പക്ഷേ അന്ന് തീരെ അറിയണ്ടായിരുന്നില്ല. സോ അതൊക്കെ ഓർക്കുന്നു ഇന്നിവിടെ നിൽക്കുമ്പോൾ. യെസ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ആക്ച്വലി ഹീ ഈസ് നോട്ട് എ കമീഡിയൻ, ഹീ ഈസ് എ ബെസ്റ്റ് പേഴ്സണാലിറ്റി. അതാണ് ഞാൻ പറയുക. ഈസ് നോട്ട് കമീഡിയൻ ആൻഡ് ഐ തിങ്ക് ദ ബെസ്റ്റ് വൺ വിൻ. അത്രേ പറയാനുള്ളൂ.